നമസ്കാരം. സർക്കാർ ഗവർണർ പോര് വീണ്ടും ശക്തമാകുകയാണ്. കഴിഞ്ഞ ദിവസം സർവകലാശാല പ്രതിനിധികളില്ലാതെ VC സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ച ചാൻസലറുടെ നടപടിയോടെ ആർഷോയും സംഘവും വീണ്ടും രംഗത്തെത്തുകയാണ്. സർവകലാശാല പ്രതിനിധികളില്ലാതെ VC സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ച ചാൻസലറുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് SFI വാദിക്കുന്നു. സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ച ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും സർവകലാശാല നിയമങ്ങളെ കാറ്റിൽ പറത്തുകയാണെന്നാണ് SFIയുടെ വിമർശനം. കേരള മഹാത്മാഗാന്ധി, മലയാള, സാങ്കേതിക, കാർഷിക, ഫിഷറീസ് സർവകലാശാലകളുടെ സെർച്ച് കമ്മിറ്റികളാണ് അതത് സർവകലാശാലയുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്താതെ ചാൻസലർ ഏകപക്ഷീയമായി രൂപീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ സർവകലാശാലകൾ നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടിയേറ്റ ചാൻസലർ വീണ്ടും ഇത്തരം പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ടു പോകുന്നത്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് സെർച്ച് കമ്മിറ്റി രൂപീകരണം. കേരളത്തിലെ സർവകലാശാലകളെ കാവിയിൽ മുക്കാനുള്ള നിയമവിരുദ്ധമായ ഇത്തരം നീക്കങ്ങളെ ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉയർത്തിച്ചെറുക്കുമെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് K. അനുശ്രീ, സെക്രട്ടേറിയറ്റുള്ള PM ആർഷോ എന്നിവർ പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം തന്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് താൻ ആരെയും ഭയന്ന് പിന്മാറില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഗവർണർ രംഗത്തെത്തിയത്. 6 സർവകലാശാലയിൽ VCയെ കണ്ടെത്താനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടായിരുന്നു ഗവർണറുടെ ആ രംഗപ്രവേശനം. അതിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ കഴിഞ്ഞ ദിവസം വിജ്ഞാപനമിറക്കി. ഇതോടെ വീണ്ടും സർക്കാർ ഗവർണർ പോര് അതിശക്തമായി തുടരുകയാണ്. സർവകലാശാലകൾ പ്രതിനിധികളെ നൽകാത്തതിനാൽ UGCയുടെയും ചാൻസലറായ ഗവർണറുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിയിട്ടാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. കേരള, MG, കാർഷികം, മലയാളം, സാങ്കേതികം, ഫിഷറി സർവകലാശാലയുടെ VCമാരെയാണ് നിശ്ചയിക്കാൻ വേണ്ടി സമിതികൾക്ക് ഗവർണർ രൂപം നൽകിയത്. UGC റെഗുലേറ്ററി ആക്ട് പ്രകാരമാണ് സെർച്ച് കമ്മിറ്റിയുടെ രൂപീകരണം. സെർച്ച് കമ്മിറ്റി പ്രതിനിധികളെ നൽകാൻ സർവകലാശാലയോട് നിരവധി തവണ ഗവർണർ ആവശ്യപ്പെട്ടെങ്കിലും സർവകലാശാല സിൻഡിക്കേറ്റുകൾ അതനുസരിച്ചിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ഇങ്ങനൊരു നടപടിയെടുത്തത്. അതേസമയം 6 സെർച്ച് കമ്മിറ്റിയിലെയും UGC പ്രതിനിധികളെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതോടെയാണ് UGC പ്രതിനിധികളുടെയും ചാൻസലറുടെ പ്രതിനിധികളെയും നിശ്ചയിച്ച സെർച്ച് കമ്മിറ്റി ഗവർണർ രൂപീകരിച്ചത്. സർവകലാശാലകൾ പ്രതിനിധികളെ പിന്നീട് നിർദ്ദേശിച്ചാൽ അവരെ സമിതികളിൽ ഉൾപ്പെടുത്തും എന്ന ഉപാധി വെച്ചിട്ടായിരുന്നു സെർച്ച് കമ്മിറ്റിയുടെ രൂപീകരണം. ഗവർണറുടെ നടപടിക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി Dr. R. ബിന്ദു ഉൾപ്പെടെയുള്ളവർ ഇതിനെ ചെറുത്തുകൊണ്ട് രംഗത്തെത്തി. ഗവർണറുടെ നീക്കം ജനാധിപത്യത്തിന്റെ മീതെയുള്ള കടന്നുകയറ്റമാണെന്നും സർക്കാർ അതിന്റെ നിയമസാധുത പരിശോധിക്കണമെന്നുമാണ് R. ബിന്ദു പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് ചാൻസലറുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലാണെന്നും ക്വാളിറ്റി, മെറിറ്റ് ഒന്നും പരിശോധിക്കാതെയാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്നും ABVP പ്രവർത്തകരായതുകൊണ്ട് മാത്രം ചില ആളുകളെ നോമിനേറ്റ് ചെയ്തെന്നും കാവ്യവൽക്കരണ ശ്രമങ്ങളെ നിയമപരമായി പ്രതിരോധിക്കുമെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. താൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും സർവകലാശാലകളിൽ പ്രതിനിധികളെ നൽകാൻ തയ്യാറായില്ല എന്നും തന്റെ ജോലി താൻ കൃത്യമായി നിർവഹിക്കുമെന്നും ഇതിന് മറുപടിയായി ഗവർണർ നൽകുകയും ചെയ്തു. എന്തായാലും ഈ ഒരു സംഭവത്തോടെ VC നിയമനത്തിന്റെ ഉത്തരവ് പ്രകാരം സർവകലാശാലകൾ 1 മാസത്തിനുള്ളിൽ തങ്ങളുടെ പ്രതിനിധികളെ അയക്കാൻ ബാധ്യസ്ഥരാണ് എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അല്ലാത്തപക്ഷം ചാൻസലർക്ക് നിയമങ്ങൾക്കും UGC മാനദണ്ഡങ്ങൾക്കും അനുസരിച്ച് തുടർ നടപടിയെടുക്കാം. അതാണ് ഇപ്പോൾ ഗവർണർ എടുത്തിരിക്കുന്നത്. 10ലധികം യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോഴും VCമാരില്ലാത്ത സാഹചര്യമാണ്. കഴിഞ്ഞ 1 വർഷമായി പല ഘട്ടങ്ങളിലും സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ നോമിനികളെ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. കേരള സർവകലാശാലകൾക്ക് മാത്രം 6 തവണയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ നോട്ടീസ് നൽകിയത്. എന്തായാലും ഈ ഒരു സംഭവം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. സർക്കാർ ഗവർണർ പോര് വീണ്ടും ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇത് കൊണ്ട് ഉണ്ടായിരിക്കുന്നത്.